സ്വപ്നങ്ങളുടെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു. ജോൺ മാനസം സ്റ്റോറീസിൻ്റെ സ്വപ്നങ്ങളുടെ സ്വർഗീയ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങൾക്ക് പലവിധ തലങ്ങളുമുണ്ട്. സ്വപ്നങ്ങളുടെ പ്രവചനാത്മകമായ തലങ്ങളിൽ നിന്നും നമുക്ക് തുടങ്ങാം. മനുഷ്യചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപിടി പ്രവാചകന്മാരും ഒരുപിടി പ്രവചനങ്ങളും സമൂഹങ്ങളെ സ്വാധീനിക്കുകയും ഭീതിപ്പെടുത്തുകയും ജനങ്ങളുടെ മേൽ ശക്തമായ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരുന്നതായി കാണാൻ കഴിയും. ബൈബിളിൻ്റെ അവസാന അധ്യായമായ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ തൻ്റെ ഭയാനകമായ ദർശനങ്ങളിലൂടെ ലോകാവസാനത്തിൻ്റെ ഒരു ഭീകര ദൃശ്യം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രവചന കഥകളുടെ ചിത്രപ്പണികൾക്കിടയിൽ മൈക്കൽ ഡി നോസ്ട്രഡാമസ് ഇന്നും ഒരു വിസ്മയമായി നിലകൊള്ളുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മനുഷ്യരാശിയെ ഇന്നും അത്ഭുതപ്പെടുത്തുകയാണ്. അക്കാലത്ത് നാടെങ്ങും പടർന്നു പിടിച്ച വിനാശകരമായ പ്ലേഗ് എന്ന മഹാമാരിയെ ചെറുക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ഡോക്ടറായിരുന്നു നോസ്ട്രഡാമസ്. അതിനിടയിലാണ് സ്വന്തം ജീവിതത്തിൽ ദാരുണമായ ആ ദുരന്തം സംഭവിക്കുന്നത്. ഏത് രോഗത്തെ നിവാരണം ചെയ്യാനാണോ താൻ രാവും പകലും കഠിനമായി പ്രയത്നിച്ചത്, അതേ രോഗത്തിന് കീഴ്പ്പെട്ട് തൻ്റെ ഭാര്യയും മകളും അന്ത്യശ്വാസം വലിക്കുന്നത് ആ കഥബാക്കിന് നോക്കി നിൽക്കേണ്ടതായി വന്നു. അതോടെ താളം തെറ്റിയ മനസ്സുമായി ആ ജീവിതം വിസ്മൃതി എന്ന മഹാപതനത്തിലേക്ക് നീങ്ങിത്തുടങ്ങി. സർവ്വതും വിട്ടെറിഞ്ഞ് ഊരു ചുറ്റിയുള്ള ആ നടപ്പിനിടയിൽ ദൃശ്യങ്ങളായി മനസ്സിൽ തെളിഞ്ഞു വന്ന മനുഷ്യവംശത്തിൻ്റെ ഭാവികാല സംഭവങ്ങൾ നോസ്ട്രഡാമോസ് കവിതകളായി കുറിച്ചിട്ടു. കാലത്തിൻ്റെ നിശബ്ദ ഇടനാഴികകളിൽ കയ്യിൽ പേനയും മനസ്സിൽ ദർശനങ്ങളുമായി നോസ്ട്രഡാമോസ് കവിതയെ മറികടക്കുന്ന വാക്യങ്ങൾ രചിച്ചു. 10 വാല്യങ്ങളിലായി 942 ക്വാട്രൈനുകൾ മനുഷ്യരാശിയുടെ വിധിയെക്കുറിച്ച് മന്ത്രിക്കാൻ തുടങ്ങി. ഓരോ വരിയിലും ഇനിയും പൊരുളഴിയാത്ത സംഭവങ്ങളുടെ നിഗൂഢമായ പ്രതിധ്വനി. രാജകീയ കലാപങ്ങൾ മുതൽ ആധുനിക ലോകത്തെ ദുരന്തങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രവചനത്തിൻ്റെ ദൃശ്യ ശില്പങ്ങൾ നെയ്തെടുത്തു. അദ്ദേഹത്തിൻ്റെ നിഗൂഢമായ വരികളിലൊന്ന് ഭയാനകമായ വ്യക്തതയോടെ പ്രതിധ്വനിച്ചു. 2 ലോഹപ്പക്ഷികൾ ആകാശമാർഗത്തിലൂടെ പറന്നു വരുന്നു. ലോകം ഭീതിയോടെ ആ കാഴ്ച വീക്ഷിക്കുമ്പോൾ മഹാനഗരത്തിൻ്റെ ഉത്തുംഗ ഗോപുരങ്ങൾ തകർന്നടിയുന്നു. പ്രകമ്പനം കൊള്ളുന്ന ഭൂമി, എല്ലാത്തിനെയും ചുട്ടരിക്കുന്ന അഗ്നിക്കടൽ. ലോകം ആ കാഴ്ചയ്ക്ക് സാക്ഷിയായി. പ്രവചനങ്ങളുടെ സാങ്കത്യത്തെക്കുറിച്ചും സംഭാവ്യതയെക്കുറിച്ചും ആധുനിക ലോകം ഒരു ഞെട്ടലോടെ മനസ്സിലാക്കിയ സന്ദർഭമായിരുന്നു വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മഹാദുരന്തം. ആ ദുരന്തം പ്രവചനങ്ങളുടെ സംഭാവ്യതയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തലായി മാറി. ആ സംഭവം പ്രവചനങ്ങളുടെയും എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ്റെയും നിഗൂഢതകളിലേക്ക് പറന്നിറങ്ങാനുള്ള ഗവേഷകരുടെ ഉണർവിന് ഒരു കാരണമായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ മനസ്സിൻ്റെ അവിശ്വസനീയമായ ശക്തിവിശേഷങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളുമായി പാരാസൈക്കോളജിസ്റ്റുകൾ ശാസ്ത്രീയ ഗവേഷണത്തിൻ്റെ ഒരു പുതുയുഗം വെട്ടിത്തുറന്നു. തങ്ങളുടെ കണ്ടെത്തലുകളിൽ ധൈര്യം പൂണ്ട പാരാസൈക്കോളജിസ്റ്റുകൾ നമ്മുടെ എല്ലാം ഉള്ളിൽ ഇന്ദ്രിയാതീതമായ ഒരു ശക്തിവിശേഷം നിലനിൽക്കുന്നുണ്ടെന്നും അത് കണ്ടെത്താനും മനസ്സിലാക്കാനും പരിശ്രമം തുടരുമെന്നും ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രവചനത്തിൻ്റെയും വിധിയുടെയും നിഴലുകളിൽ തങ്ങി നിൽക്കുന്ന പഴകിയ ചോദ്യങ്ങൾക്കുത്തരം തേടി മനുഷ്യ മനസ്സ് സ്വന്തം മനസ്സിൻ്റെ അജ്ഞാത മേഖലകളിലേക്ക് ഇന്ന് കൂടുതൽ കടന്നു കയറുകയാണ്. അത്ഭുതകരവും കൗതുകകരവുമായ മനസ്സിൻ്റെ സ്വപ്ന സഞ്ചാര പഥത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. കാത്തിരിക്കുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.